ഹലോ ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ ഇപ്പൊ നിങ്ങളുടെ പ്രൊഫൈലിൽ വന്നിട്ടുണ്ടാകും. അപ്പൊ ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിലബസിലെ 10 മാർക്ക് വെയിറ്റേജ് ഉള്ള ഇംഗ്ലീഷിലെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്കറിയാം ഒരു 70% മാർക്സും ഇതിന്റെ കോർ സബ്ജക്ട്സിനൊക്കെ ആയിരിക്കും. ബാക്കി ഒരു 30% മാർക്കാണ് നമുക്ക് ഈ പറയുന്ന ബാക്കിയുള്ള സബ്ജക്റ്റിന് വരുന്നത്. അതായത് ഇംഗ്ലീഷിനായിക്കോട്ടെ, കോൺസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, അതുപോലെ റീസണിംഗ് ഒക്കെ ബാക്കി ഒരു 30% ആണ്. പക്ഷെ പലരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് 30% അല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഒരുപാട് പേര് വിട്ട് കളയാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മുടെ പഠിക്കാൻ തുടങ്ങുന്ന ആ ഒരു ബിഗിനിങ് സ്റ്റേജിൽ തന്നെ ഈ സബ്ജക്ട്സിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട്. കാരണം നമുക്ക് ഇനിയിപ്പോ ഒരു റാങ്കിങ്ങിനൊക്കെ ആണെങ്കിലും ഒക്കെ ഈ ഒരു 30% മാർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിൽ നിന്നായിരിക്കും നമുക്ക് കൂടുതലും ഈ പറയുന്ന ഒരു റാങ്കിങ്ങിലേക്കൊക്കെ പോകണമെങ്കിൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. ഇപ്പം ബിഗിനിങ് സ്റ്റേജിൽ തന്നെ ഇത് പഠിക്കുക, അതിന് ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുക, അതനുസരിച്ച് മുമ്പോട്ട് പോകാം. അപ്പൊ നമുക്ക് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ക്ലാസ് ഇനി അധികം ഡിലേ ആക്കാണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ ഞാൻ സിലബസ് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. കാരണം സിലബസ് ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ എന്തൊക്കെയാണ് സിലബസിനോടകം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. പക്ഷെ എന്തൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത്, 10 മാർക്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്ന് കൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പോ ഗ്രാമർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് പാർട്സ് ഓഫ് സ്പീച്ച് കംപ്ലീറ്റ് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. നൗൺ ആയിക്കോട്ടെ, പ്രോനൗൺ ആയിക്കോട്ടെ, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. അത് ജസ്റ്റ് ഒരു സെറ്റ് ഓഫ് കാര്യങ്ങൾ ഗ്രാമറിൽ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ മെയിൻ ആയിട്ട് ഗ്രാമറിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നോക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് വെച്ചാൽ സബ്ജക്ട് വേർബ് എഗ്രിമെന്റ്. ചിലയിടത്ത് നിങ്ങൾ കോൺകോർഡ് എന്നായിരിക്കും ഈ സബ്ജക്ട് വേർബ് എഗ്രിമെന്റിനെ കാണുന്നത്. ചില ടെക്സ്റ്റുകൾ നിങ്ങൾ റെഫർ ചെയ്യുമ്പോൾ കാണുന്നതൊക്കെ കോൺകോർഡ് എന്നായിരിക്കും. അപ്പൊ കോൺകോർഡ് എന്ന് പറഞ്ഞാലും സബ്ജക്ട് വേർബ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാലും സെയിം ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതുപോലെ അഡ്ജക്റ്റീവ്സും അഡ്വേർബ്സും ഗ്രാമറിൽ തന്നെ പാർട്സ് ഓഫ് സ്പീച്ചിൽ വരുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന അഡ്ജക്റ്റീവ്സും അഡ്വേർബ്സും. അതിൽ തന്നെ അഡ്ജക്റ്റീവ്സിന്റെ കമ്പാരിസൺ ഓഫ് അഡ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഡിഗ്രീസ് ഓഫ് അഡ്ജക്റ്റീവ്സ്, ഇതൊക്കെ നമ്മൾ ചെറിയ ചെറിയ ക്ലാസ്സുകൾ പഠിച്ചാണ്. പക്ഷെ ഇതൊന്നുകൂടി നമുക്കൊരു ആ ഒരു കോമ്പറ്റീവ് എക്സാം നമ്മൾ നേരിടാൻ പോകുന്നു. അപ്പൊ അതൊന്നുകൂടി ഒന്ന് പൊടി തട്ടി എടുക്കാനുണ്ട്. ദെൻ ആർട്ടിക്കിൾസ്, എ ആൻഡ് ദ, ഇത് എവിടെയൊക്കെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ എവിടെയൊക്കെ യൂസ് ചെയ്യാൻ പാടില്ല, ഏതിന്റെയൊക്കെ കൂടെ ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണ് യൂസ് ചെയ്യേണ്ടത്, ഇത് നമ്മൾ കറക്റ്റ് ആയിട്ട് അറിയണം. പ്രൊപ്പോസിഷൻ, ഒരുപാട് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള പ്രൊപ്പോസിഷൻസ് നമുക്കുണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് നോക്കാനുണ്ട്. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, ആക്റ്റീവ് വോയിസ് വന്നിട്ട് പാസീവ് വോയിസിലേക്ക് മാറ്റാൻ തരാം, പാസീവ് നിന്ന് ആക്റ്റീവിലേക്ക് മാറ്റാൻ വരാം. അതുപോലെ സെന്റൻസ് കറക്ഷൻ. ഓക്കെ, അപ്പോ ഇത് മാത്രമല്ല അടുത്തൊരു സെറ്റ് വൊക്കാബുലറി. വൊക്കാബുലറി എന്ന് പറയുമ്പോൾ ഈ വൊക്കാബ്സ് അല്ലെങ്കിൽ വൊക്കാബുലറി എന്ന് പറയുമ്പോൾ പുതിയ വേർഡ്സ് മാത്രമല്ല അതിനകത്ത് വരുന്നത്. സിനണിംസ് വരാം, ആന്റണിംസ് വരാം, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് വരാം, ഇഡിയംസ് വരാം, സിംഗുലർ പ്ലൂറൽ നൗൺസ് വരാം, ജെൻഡർ ഓഫ് നൗൺസ് ഒക്കെ വരാം. ദെൻ ഈ ഇഡിയംസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. എത്ര പഠിച്ചാലും ഈ വൊക്കാബുലറി മൊത്തത്തിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു 100 പുതിയ വേർഡ്സ് പഠിച്ചുകൊണ്ട് വരാം. ചിലപ്പോൾ ഇതൊന്നും ചോദിച്ചത് വരില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ അതിന് കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടിയെന്ന് വരും. ഇതൊക്കെ നമ്മുടെ ലക്ക് ആയിരിക്കും. അപ്പൊ അത് നമ്മൾ ഒരിക്കലും പഠിക്കുന്നത് നിർത്തരുത്. അത് നമ്മൾ എപ്പോഴും നമ്മൾ ക്ലാസ് ഡെഫിനറ്റ്ലി ഉണ്ടാവും. അപ്പൊ അതിന്റെ കൂടെ ബാക്കി നമ്മളും കൂടെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ്. പീഡിഎംസിന്റെ ഒക്കെ സെഷൻ നമുക്ക് കുറച്ച് ട്രിക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസ്സുകളായിരിക്കും മീഡിയംസിൽ വരുന്നത്. കാരണം നമ്മൾ ജസ്റ്റ് വെറുതെ കേട്ടു പോവാതെ അത് പഠിച്ചു വെക്കാൻ അല്ലെങ്കിൽ ഓർത്ത് വെക്കാനായിട്ട് കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെ ഞാൻ ആ സമയത്ത് പറഞ്ഞുതരാം. അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകും. നമ്മുടെ ഒരു ബിഗിനിങ് ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സെഷനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നൗൺസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗ്രാമറിനകത്ത് വരുന്ന ഒരു ഏരിയ ആണ് നൗൺ എന്ന് പറയുന്നത്. സെന്റൻസ് കറക്ഷനിൽ വരാം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കൊടുക്കുന്നുണ്ട് സിംഗുലർ ആൻഡ് പ്ലൂറൽ, ജെൻഡർ. നൗൺ ഫുൾ ആയിട്ട് ഞാൻ ഇപ്പൊ എടുക്കുന്നില്ല, ജസ്റ്റ് ഒരു ചെറിയൊരു പോർഷൻ ഇൻട്രൊഡക്ഷൻ പോലെയാണ് എടുക്കുന്നത്. ജെൻഡർ ഒക്കെ നൗണിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ഏതായാലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ സെഷൻ. യെസ്, നൗൺസ്. എന്താണ് നൗൺ? നമ്മളോട് ആദ്യം തന്നെ നമുക്ക് നൗൺ എന്താണ് എന്ന് ഇനി ചോദിക്കുകയൊന്നുമില്ല, പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് നൗൺ. എന്നാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂ ആ ഒരു സെന്റൻസിൽ കറക്റ്റ് ആയിട്ടുള്ള നൗൺ ആണോ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ അറിയണമെങ്കിൽ ഈ പറയുന്ന നൗൺ എന്താണെന്നൊരു ബേസിക് ഐഡിയ ഉണ്ടായിരിക്കണം. എല്ലാത്തിന്റെയും ബേസ് കിട്ടിപ്പോയാൽ നമുക്ക് എപ്പോഴും ഒരു ബേസിൽ നിന്നുകൊണ്ടേ നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ നൗൺ എന്താണെന്ന് നമുക്കറിയാം. നൗൺ ഈസ് എ നെയിമിംഗ് വേർഡ്. ഒരു നെയിമിംഗ് വേർഡ് ആണ് നൗൺ എന്ന് പറഞ്ഞാൽ. നൗൺ ഈസ് എ നെയിമിംഗ് വേർഡ്, ഒരു നെയിമിംഗ് വേർഡ്. എന്തിൻ്റെങ്കിലും ഒക്കെ ഒരു പേര്
അല്ലെ? നെയിം എന്ന് പറഞ്ഞാൽ എന്താണ്? പേരാണെന്ന് അറിയാം. അപ്പൊ എന്തിന്റെയൊക്കെ നെയിം ആണെന്ന് നമുക്കറിയില്ല. നമ്മൾ പറയും നാമം എന്നൊക്കെ പറയും. അപ്പോൾ എന്തിന്റെ പേരാണ്? അതിവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, സോ noun is a naming word. It is the name of a person, place, animal or object. ഒരു ആളുടെ പേരാകാം, അല്ലെങ്കിൽ ഒരു പ്ലേസിന്റെ പേരാകാം, അതല്ലെങ്കിൽ ഒരു ആനിമൽ, അതും അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ്. സോ ഇറ്റ് ഈസ് എ നെയിം ഓഫ് എ പേഴ്സൺ. പേഴ്സൺ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ കാണും അല്ലെ? അപ്പൊ നമ്മുടെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും പേര് ഒരു നൗൺ ആണ്. ഓക്കെ, നമ്മുടെ എല്ലാവരുടെയും പേര് എന്ന് പറയുന്നത് ഒരു നൗൺ ആണ്. ഇപ്പം പീറ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാത്യു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റേച്ചൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോണിക്ക എന്ന് പറയുന്നത്, റോസ് എന്ന് പറയുന്നത്, ഇതൊക്കെ എന്താണ്? ഒരു നൗൺ ആണ്. നമ്മുടെ എല്ലാവരുടെയും പേരുകൾ ഒരു നൗൺ ആണ്. പ്ലേസ്, നമ്മൾ വരുന്ന സ്ഥലത്തിനൊരു പേര് കാണുമല്ലോ, അത് നൗൺ ആണ്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സ്ഥലത്തിന്റെ പേരെന്ന് പറയുമ്പോൾ ട്രിവാൻഡ്രം എന്ന് പറയുന്നത് ഒരു നൗൺ ആണ്, ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞാലും നൗൺ ആണ്, ഇന്ത്യ എന്ന് പറയുന്നതും നൗൺ ആണ്, കൺട്രി എന്ന് പറയുന്നതും നൗൺ ആണ്. ആ ഒരു ഡിഫറൻസ്, ഇത് രണ്ടും നൗൺ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. ആനിമൽ, എല്ലാ ആനിമൽസ്, ആനിമൽ എന്ന് പറയുമ്പോൾ അവിടെ ബേർഡ്സിനും എല്ലാം ഈ കാറ്റഗറിയിൽ നമ്മൾ പെടുത്തുന്നതാണ് കേട്ടോ. എല്ലാം ഇൻഡിവിജ്വൽ നമ്മൾ എടുത്തെടുത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. ബേർഡ്സും ഒക്കെ ഈ കാറ്റഗറി വരും, അക്വാറ്റിക് ആനിമൽസും എല്ലാം ഇവിടെ വരും, റെപ്റ്റൈൽസും എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് തന്നെ വരുന്നതാണ്. ഓക്കെ, സോ ആനിമൽസ്. ദെൻ ഒബ്ജക്ട്. നമുക്ക് ചുറ്റും ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് നോക്കിക്കേ, എത്ര ഒബ്ജക്ട്സ് ആണ് നമുക്ക് ചുറ്റുമുള്ളത്? ഇതെല്ലാം നൗൺസ് ആണ്. നമ്മുടെ ചുറ്റും ഈ കാണുന്ന എല്ലാ ഒബ്ജക്ട്സും നൗൺ ആണ്. ഓക്കെ, ഈ നമ്മുടെ ചുറ്റും ഇപ്പൊ നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ചിലര് ലാപ്ടോപ്പിലായിരിക്കും, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലായിരിക്കും, അതല്ലെങ്കിൽ ഫോണിലായിരിക്കും. എനിക്കൊന്ന് മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസ് ഫോണിലായിരിക്കും ക്ലാസ് കാണുന്നത്. അപ്പൊ ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ആണ്, അതൊരു നൗൺ ആണ്. നമ്മുടെ അടുത്ത് ചിലപ്പോൾ ഒരു പെൻ കാണും, ഒരു ബുക്ക് കാണും, അല്ലെങ്കിൽ ഒരു വാട്ടർ ബോട്ടിൽ കാണും, ഒരു ക്ലോക്ക് കാണും, അല്ലെങ്കിൽ ഒരു ടേബിൾ കാണും. ഇതൊക്കെ ഒബ്ജക്റ്റ് ആണ്, ഇതെല്ലാം നൗൺ ആണ്. So noun എന്ന് പറഞ്ഞാൽ ഒരു നെയിമിംഗ് വേർഡ് ആണ്. It can be the name of a person, place, animal or an object. എന്ത് വേണമെങ്കിലും ആകാം. Okay, so noun എന്ന് പറഞ്ഞാൽ നെയിമിംഗ് വേർഡ്. ഇനി നമുക്ക് ഇത് ബേസ് ആണെന്ന് ഞാൻ പറഞ്ഞു. നൗണിന്റെ രണ്ട് ക്ലാസിഫിക്കേഷൻ കൂടെ നമ്മൾ പഠിക്കാനുണ്ട്. ഓക്കെ, അതിൽ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മളിപ്പോ പറയും, നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയും. അടുത്ത ക്ലാസിഫിക്കേഷൻ ജസ്റ്റ് ഞാൻ അതിന്റെ കൂടെ ഒന്ന് പറഞ്ഞു പോകാം. അത് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സെഷനിൽ നമുക്ക് നോക്കാനുണ്ട്. കാരണം ഇവിടെ സിംഗുലർ പ്ലൂറൽ എന്നൊക്കെ പറഞ്ഞ് കിടപ്പില്ല, അത് വേറൊരു സെഷൻ ആയിട്ട് തന്നെ വൊക്കാബുലറിയുടെ കൂടെ തന്നെ എടുക്കാനുണ്ട്. അപ്പൊ അതൊരു റെപ്പിറ്റേഷൻ വരാണ്ടിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും, ഡീറ്റെയിൽ ആയിട്ടുള്ള സെഷൻ ഇത് കഴിഞ്ഞിട്ട് വരും. ഓക്കെ, അപ്പൊ നൗണിനെ 5 ആയിട്ട് തിരിക്കുന്നു. നമ്മുടെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ്. നൗണിനെ 5 ആയിട്ട് തിരിക്കുന്നുണ്ട്. ആദ്യത്തേത് ഇറ്റ് ഈസ് കോമൺ നൗൺ. എന്താണ് കോമൺ നൗൺ? ഫസ്റ്റ് വൺ ഈസ് കോമൺ നൗൺ. അപ്പൊ കോമൺ നൗൺ എന്ന് പറഞ്ഞാൽ ഈ നൗണിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ ആ ടേമിൽ നിന്ന് തന്നെ എന്താണ് ഈ സംഭവം എന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ കോമൺ നൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ, അല്ലെങ്കിൽ ഒരു വസ്തുവിനെ, അല്ലെങ്കിൽ ഒരു സ്ഥലത്തിനെ, അല്ലെങ്കിൽ ഒരു മൃഗത്തിനെയൊക്കെ കോമൺ ആയിട്ട് വിശേഷിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു പേര്. ഫോർ എക്സാമ്പിൾ ഗേൾ. ഇവിടെ ഏത് ഗേളിനെ പറ്റിയാണ് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഗേൾ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഗേൾ എന്ന് പറഞ്ഞാൽ അത് കോമൺ നൗൺ ആണ്. ഓക്കെ, സിറ്റി. ഏത് സിറ്റി ആണെന്ന് നമുക്ക് അറിയില്ല, അപ്പൊ വെറുതെ സിറ്റി എന്ന് പറഞ്ഞാൽ അതെന്താണ്? ദാറ്റ് ഇസ് എ കോമൺ നൗൺ. ഓക്കെ, യെസ്. ഇപ്പൊ കോമൺ നൗൺ എന്ന് പറഞ്ഞാൽ എ ജനറൽ നെയിം ഗിവൺ ടു എ പേഴ്സൺ, പ്ലേസ് ഓർ തിങ്. ഒരു ജനറൽ ആയിട്ട് കൊടുക്കുന്ന, അല്ലെങ്കിൽ ജനറൽ ആയിട്ട് നമ്മൾ ഒരാൾക്കോ ഒരു വസ്തുവിനോ ഒരു സ്ഥലത്തിനോ ഒക്കെ പറയുന്ന ഒരു പേരിനാണ് എന്തെന്ന് പറയുന്നത്? കോമൺ നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ കോമൺ നൗൺ ഈസ് എ ജനറൽ നെയിം ഗിവൺ ടു എ പേഴ്സൺ, പ്ലേസ്, animal or thing. For example, boy, teacher. അല്ലേ? boy, teacher, town, country. Yes. Then dog, paste, mountain. ബോയ് എന്ന് പറയുമ്പോൾ അവിടെ ഏത് ബോയ് ആണെന്ന് നമ്മൾ പറയുന്നില്ല. സോ ബോയ് എന്ന് പറഞ്ഞാൽ കോമൺ നൗൺ ആണ്. ടീച്ചർ, ഇറ്റ് ക്യാൻ ബി എനി ടീച്ചർ. ഏത് ടീച്ചർ വേണമെങ്കിലും ആകാം. ഇന്നൊരു ടീച്ചർ ആണെന്ന് അവിടെ പറയുന്നില്ല, അല്ലെങ്കിൽ ഇന്ന ഒരു കറക്റ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല. അപ്പോ ഇറ്റ് ക്യാൻ ബി എനി ടീച്ചർ. ഏത് ടീച്ചർ വേണമെങ്കിലും അവിടെ ആകാം അല്ലെ? അവിടെ ഏത് ടീച്ചർ വേണമെങ്കിലും ആകാം അല്ലെ? യെസ്. ഇനി നോക്കാം, ടൗൺ. ഏത് ടൗൺ ആണെന്ന് സ്പെസിഫൈ ചെയ്ത് അവിടെ പറയുന്നുണ്ടോ? ഇല്ല. അപ്പൊ എന്താണ്? ഏത് ടൗൺ ആണെന്ന് പറയുന്നില്ല. സോ ദാറ്റ്സ് എ
കോമൺ നൗൺ. ഒരു കോമൺ നൗണ് എക്സാമ്പിൾ ആണ് അത്. ഓക്കെ, കൺട്രി, ഏത് കൺട്രി ആണെന്ന് അവിടെ പറയുന്നുണ്ടോ? ഇറ്റ് ക്യാൻ ബി എനി കൺട്രി, ഏത് കൺട്രി വേണമെങ്കിലും ആകാം. വെറുതെ കൺട്രി എന്ന് പറയുമ്പോൾ അത് കോമൺ നൗൺ ആണ്. ഡോഗ്, ഡോഗ് പലർക്കും കൺഫ്യൂഷൻ വരും. ഡോഗ് എന്ന് പറയുമ്പോൾ അത് ഒരു പട്ടി എന്നൊക്കെ പറയുമ്പോൾ പലരും അത് കോമൺ നൗൺ ആണെന്ന് വിചാരിക്കാൻ ചാൻസ് വളരെ കുറവാണ്. ശ്രദ്ധിക്കുക, കോമൺ നൗൺ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഡോഗ് എന്ന് പറയുന്നത് കോമൺ നൗൺ ആണ്. കാരണം നമുക്കറിയില്ല ഏത് ഡോഗിനെ പറ്റിയാണ് പറയുന്നത്. ഒരുപാട് ഡോഗ്സ് ഉണ്ട് അല്ലെ, നമ്മുടെ പുറത്ത് വീണ്ടൊക്കെ പുറത്തൊക്കെ ആണെങ്കിലും ചിലയിടത്തൊക്കെ ഡോഗ്സിനെ കാണാം. അപ്പൊ അതുപോലത്തെ ഒരു ഡോഗ് ആണോ, അതോ അല്ലെങ്കിൽ നോർമലായിട്ട് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന നമ്മുടെ പെറ്റ് ഡോഗ് ആണോ, അല്ലെങ്കിൽ ഡോഗ്സും പല കളറും പല ബ്രീഡും ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ഇത് ഏതാണെന്ന് നമുക്കറിയില്ല. അപ്പൊ ഇത് ഏതാണെന്ന് അറിയാത്തിടത്തോളം കാലം അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് പറയും. ഡോഗിന് ഇപ്പൊ ഒരുപാട് പേരുകളൊക്കെ ഉണ്ട് അല്ലെ, നമ്മൾ പെറ്റായിട്ട് വളർത്തുന്ന ഡോഗിന് പേരൊക്കെ ഉണ്ട്. ജൂലി, കൈസ്, ബ്ലാക്കി, മോമു, ഇങ്ങനെ ഒരുപാട് പേരൊക്കെ ഉണ്ട്. അപ്പൊ ഏതാണെന്ന് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഡോഗ് എന്ന് പറയുന്നത് കോമൺ നൗൺ ആണ്. പേസ്റ്റ്, ഇറ്റ് ക്യാൻ ബി ഓഫ് എനി പേസ്റ്റ്, ഏത് പേസ്റ്റ് വേണമെങ്കിലും ആകാം. ഓക്കെ, കോൾഗേറ്റ്, ക്ലോസപ്പ്, അല്ലെങ്കിൽ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഏത് പേസ്റ്റ് വേണമെങ്കിലും ആകാം. അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല ഏത് പേസ്റ്റ് ആണെന്ന്. മൗണ്ടൻ, ഏത് മൗണ്ടൻ വേണമെങ്കിലും ആകാം അല്ലെ. മൗണ്ട് എവറസ്റ്റ് ആകാം, ഹിമാലയസ് ആകാം, ഏത് മൗണ്ടൻ വേണമെങ്കിലും ആകാം. അപ്പോ കോമൺ ആയിട്ട് നമ്മൾ പറഞ്ഞു പോവുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോമൺ നൗൺ. ഓക്കെ, ദെൻ അടുത്തത് നെക്സ്റ്റ് വൺ പ്രോപ്പർ നൗൺ. ഈ കോമൺ നൗണും പ്രോപ്പർ നൗണും എപ്പോഴും ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. കാരണം കോമൺ നൗണിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ പറയുന്ന പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാൽ. കോമൺ നൗൺ കോമൺ ആയിട്ട് പറഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ ജനറൽ ആയിട്ട് കൊടുക്കുന്ന പേരാണെങ്കിൽ പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാൽ ഒരാളെ പറ്റി അല്ലെങ്കിൽ ഏത് ആളെ പറ്റിയാണ് പറയുന്നത്, ഏത് വസ്തുവിനെ പറ്റിയാണ് പറയുന്നത്, അല്ലെങ്കിൽ ഏത് മൃഗത്തെ പറ്റിയാണ് പറയുന്നത്, ഏത് സ്ഥലത്തെ പറ്റിയാണ് പറയുന്നത്, ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് പ്രോപ്പർ നൗൺ. സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് പ്രോപ്പർ നൗൺ. സ്പെസിഫിക് നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ്, ആനിമൽ ഓർ തിങ്. പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാൽ അവിടെ സ്പെസിഫിക് ആയിട്ട് ഇന്നൊരാളെ പറ്റിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാകും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ജൂലി, അവിടെ ജൂലി എന്ന് പറയുന്ന ഒരു ആളെ പറ്റിയാണ് പറയുന്നത്. സോ ജൂലി എന്ന് പറയുന്നത് പ്രോപ്പർ നൗൺ ആണ് അല്ലെ. സോറി, മിസ് ഷീജ, ഏത് മിസ്സിനെ പറ്റിയാണ്? നേരത്തെ ഏതെങ്കിലും ഒരു ടീച്ചർ ആയിരുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയായിരുന്നു, പക്ഷെ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഐ ആം ടോക്കിംഗ് അബൌട്ട് മിസ് ഷീജ. രവി, ഏതാളാണ്? ഇറ്റ്സ് അബൌട്ട് രവി. ഡെൻമാർക്ക്, ഏതെങ്കിലും ഒരു പ്ലേസ് അല്ല, ഇറ്റ്സ് ഡെൻമാർക്ക്. ഇന്ത്യ, ഏതെങ്കിലും ഒരു കൺട്രി അല്ല, ഹിയർ ഐ ആം ടോക്കിംഗ് അബൌട്ട് ഇന്ത്യ. ക്ലോസപ്പ്, നേരത്തെ ഏതെങ്കിലും ഒരു പേസ്റ്റ് ആയിരുന്നു, പക്ഷെ ഇപ്പൊ അത് ക്ലോസപ്പ് ആണ്. കറക്റ്റ് ആയിട്ട് നമുക്കറിയാം ഏത് പേസ്റ്റ് ആണ് എന്ന്. ഇറ്റ് ഈസ് ക്ലോസപ്പ്. ദെൻ എവറസ്റ്റ് അല്ല, നേരത്തെ നമ്മൾ മൗണ്ടൻ എന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഇപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്കറിയാം ഇറ്റ്സ് അബൌട്ട് മൗണ്ട് എവറസ്റ്റ്. നമ്മൾ ഏതെങ്കിലും ഒരു പേസിനെ പറ്റിയിട്ടല്ല പറയുന്നത്. ദെൻ പിന്നെയോ മൗണ്ട് എവറസ്റ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ കോമൺ നൗണും പ്രോപ്പർ നൗണും ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുക. കോമൺ നൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് പറഞ്ഞു പോകുന്ന ഒരു പേരാണ്. ആൻഡ് പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാൽ അവിടെ വ്യക്തമായിട്ട് സ്പെസിഫൈ ചെയ്ത് നമ്മൾ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് പ്രോപ്പർ നൗൺ. ഈ നൗണിന്റെ ഒരു പ്രത്യേകതയാണ് നമുക്കതെല്ലാം ആ ഒരു ടേമിൽ നിന്ന് ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. നമുക്ക് പ്രത്യേകിച്ച് അത്രയ്ക്ക് ഒരുപാട് നമ്മൾ സ്ട്രെസ് ചെയ്തത് പഠിക്കണം. പക്ഷെ എന്നാലും നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാൾക്കാണെങ്കിൽ പോലും ചിന്തിച്ചു കഴിഞ്ഞാൽ തിങ്ക് ചെയ്യണം. അത് ഇമ്പോർട്ടന്റ് ആണ്. വെറുതെ കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരില്ല. തിങ്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഓക്കെ കോമൺ ആയിട്ട് പറയുന്നത് അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് പറയുന്നത്. ഓക്കെ, ആണെങ്കിൽ നെക്സ്റ്റ് വൺ കളക്റ്റീവ് നൗൺ. അടുത്ത 3 എണ്ണമാണ്. ആദ്യത്തേത് കളക്റ്റീവ് നൗൺ. ഓക്കെ, കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞാൽ കളക്ഷൻ ആയിരിക്കും. എന്തിന്റെയൊക്കെ ആയിരിക്കും? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു നൗൺ എന്ന് പറഞ്ഞാൽ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ്, ആനിമൽ ഓർ തിങ്സ്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു കളക്ഷൻ, ആളുകളുടെ കളക്ഷൻ ആകാം, അല്ലെങ്കിൽ ആനിമൽസിന്റെ കളക്ഷൻ ആകാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്ജക്ട്സിന്റെ കളക്ഷൻ ആകാം. ഇതിനൊക്കെയാണ് കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. ഗ്രൂപ്പ്, കളക്ഷൻ എന്ന് പറയുന്നത് ഗ്രൂപ്പ്. ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഓർക്കുക 2ൽ കൂടുതൽ എല്ലാം നമ്മൾ ഗ്രൂപ്പ് ആയിട്ടാണ് എടുക്കുന്നത്. 2ൽ കൂടുതൽ, മോർ ദാൻ 2. ഓക്കെ, മോർ ദാൻ 2 എന്ന് പറയുന്നത് അല്ലെങ്കിൽ 2ൽ കൂടുതൽ ഉള്ളതെല്ലാം നമ്മൾ ഒരു കളക്റ്റീവ് നൗൺ അല്ലെങ്കിൽ ഗ്രൂപ്പ് ആയിട്ടാണ് എടുക്കുന്നത്. അങ്ങനെ ഗ്രൂപ്പ് ആണെങ്കിൽ അത് കളക്റ്റീവ് നൗൺ ആണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പീപ്പിൾ എന്ന് പറയുന്നത് അത് കളക്റ്റീവ് നൗൺ ആണ്. ഒരാളുണ്ടെങ്കിൽ നമ്മളിവിടെ പീപ്പിൾ എന്ന് പറയില്ല അല്ലെ, അല്ലെങ്കിൽ ഒറ്റ ഒരാൾ മാത്രം നിൽക്കുന്നെങ്കിൽ നമ്മളത് പീപ്പിൾ എന്ന് പറയും ഇല്ല. 2ൽ കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കളക്റ്റീവ് നൗൺ ആകുള്ളൂ. ഓക്കെ, ദെൻ കമ്മിറ്റി. അടുത്താണ് കമ്മിറ്റി. യെസ്, അഗെയിൻ കമ്മിറ്റി.
കമ്മിറ്റി എന്ന് പറയുമ്പോൾ അവിടെ ഒരാളാണെങ്കിൽ കമ്മിറ്റി ആവില്ല അല്ലെ, രണ്ടുപേരാണെങ്കിലും അവിടെ കമ്മിറ്റി എന്ന് വരത്തില്ല. അപ്പോ എപ്പോഴും ഓർക്കുക കമ്മിറ്റി കളക്റ്റീവ് നൗൺ. ക്രൗഡ് ഒരു കൂട്ടം ആളുകൾ അല്ലെ, അഗൈൻ ദാറ്റ്സ് എ കളക്റ്റീവ് നൗൺ. ക്രൗഡ്. ടീം, ഹേർഡ്. ടീം എന്ന് പറയുമ്പോൾ ടീം ഓഫ് പ്ലേയേഴ്സ്, പ്ലേയേഴ്സിന്റെ ഒരു ഗ്രൂപ്പിന് നമ്മൾ ടീം എന്ന് പറയും. ടീം അത് കളക്റ്റീവ് നൗണിന് എക്സാമ്പിൾ ആണ്. ഹേർഡ്, ഹേർഡ്. ഫ്ലോക്ക്, ബഞ്ച്. Okay, yes. Okay. Yes. ഇനി നമുക്ക് ഇതിന്റെ കുറച്ചുകൂടെയും എക്സാമ്പിൾസ്, നമുക്കിത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്, അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെയും എക്സാമ്പിൾസ് ഞാൻ ഒന്ന് പറയാം. കാരണം ഇത്രയും ഇതൊക്കെയാണ്, പക്ഷെ നമുക്ക് കുറച്ചുകൂടെയും ഒരു എക്സാമ്പിൾസ് ഒക്കെ വെച്ച് നമുക്ക് നോക്കി പോകാം. യെസ്, കളക്റ്റീവ് നൗൺ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ചില കളക്റ്റീവ് നൗൺസ് നോർമൽ ആയിട്ട് വേർഡ് ആയിട്ട് നമ്മൾ പറയുന്നത് കളക്റ്റീവ് നൗൺ ആകണം എന്നില്ല. അതിന്റെ കൂടെ എന്താണോ വരുന്നത് അതനുസരിച്ച് കളക്റ്റീവ് നൗൺ ആവും. ഞാൻ കൂടുതൽ കൺഫ്യൂഷൻ ആക്കുന്നില്ല, എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാകും ഞാനിപ്പോ പറഞ്ഞത് എന്താണെന്ന്. ഓക്കെ, യെസ്, നമുക്ക് നോക്കാം കളക്റ്റീവ് നൗൺ. ആക്ടേഴ്സിന്റെ ഒരു ഗ്രൂപ്പിന്, ഓക്കെ, ആക്ടേഴ്സിന്റെ ഗ്രൂപ്പിന് കാസ്റ്റ് എന്ന് പറയും. കാസ്റ്റ് അല്ലെങ്കിൽ കമ്പനി, കമ്പനി ഓഫ് ആക്ടേഴ്സ് എന്ന് പറയും, കാസ്റ്റ് ഓഫ് ആക്ടേഴ്സ് എന്നും പറയാറുണ്ട്. രണ്ടും കറക്റ്റ് ആണ് കേട്ടോ, കാസ്റ്റ് ഓഫ് ആക്ടേഴ്സ് അല്ലെങ്കിൽ കമ്പനി ഓഫ് ആക്ടേഴ്സ്. ജഡ്ജസ്, ജഡ്ജസ്, ജഡ്ജസിന്റെ ഗ്രൂപ്പിന് പാനൽ ഓഫ് ജഡ്ജസ് എന്ന് പറയും. അത് മാത്രമല്ല സെന്റൻസ് ഓഫ് ജഡ്ജസ് എന്നും പറയും, സെന്റൻസ്. ഓക്കെ, ദെൻ സിംഗേഴ്സിന്റെ ഗ്രൂപ്പിന്, സിംഗേഴ്സിന്റെ ഗ്രൂപ്പിന് കൊയർ എന്ന് പറയും. സിംഗേഴ്സിന്റെ ഗ്രൂപ്പിന് ഞാൻ എഴുതിയത് ഇവിടെയായിരുന്നു സിംഗേഴ്സ് വരേണ്ടത്. ഓക്കെ, സിംഗേഴ്സിന്റെ ഗ്രൂപ്പിന് കൊയർ എന്ന് പറയും. കൊയർ, കൊയർ കേട്ടോ ഇത്, കൊയർ ഓഫ് സിംഗേഴ്സ്. ബോയ്സിന്റെ ഗ്രൂപ്പിന്, ബോയ്സിന്റെ ഗ്രൂപ്പിന് ബ്ലഷ് എന്ന് പറയും. ബ്ലഷ്, ബ്ലഷ്, ബ്ലഷ് ഓഫ് ബോയ്സ് എന്ന് പറയും. ഡയറക്ടേഴ്സിന്റെ ഗ്രൂപ്പിന് ബോർഡ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്നാണ് പറയുന്നത് അല്ലെ, ബോർഡ് എന്ന് പറയും. ഇനി ട്രാവലേഴ്സിന്റെ ഗ്രൂപ്പിന് കാരവൻ എന്നൊക്കെ പറയും, കാരവൻ. ഓക്കെ, ദെൻ ആനിമൽസിലേക്ക് കടന്നു കഴിഞ്ഞാൽ ബേർഡ്സിന്റെ ഗ്രൂപ്പിന് ഫ്ലൈറ്റ് എന്ന് പറയും. ബേർഡ്സിന്റെ ഗ്രൂപ്പിന്, ഗ്രൂപ്പ് ഓഫ് ബേർഡ്സ്. അത് നമ്മൾ ലിസ്റ്റ് എടുത്ത് പഠിക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അത് നമുക്ക് ഇതിന്റെയൊക്കെ അടുത്തൊരു സെഷനിലൊക്കെ നമുക്ക് വേണമെങ്കിൽ കൂടുതലായിട്ട് നോക്കാം. അപ്പൊ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഞാൻ മൊത്തത്തിലൊന്ന് പറഞ്ഞു പോകുന്നതാണ്. ഫ്ലൈറ്റ്സ് അല്ല, ഫ്ലൈറ്റ്, ഫ്ലൈറ്റ്, ദാറ്റ്സ് എനഫ്. ഫ്ലൈറ്റ് എന്ന് പറയും. ബേർഡ്സിന്റെ ഗ്രൂപ്പിന് ഫ്ലൈറ്റ് കേട്ടോ, ഫ്ലൈറ്റ് എന്ന് പറയും. അതുപോലെ ടർക്കീസിന്റെ ഗ്രൂപ്പിന് ഫ്ലോക്ക് എന്ന് പറയും. ഷീപ്പിന്റെ ഗ്രൂപ്പിന് ഫ്ലോക്ക് എന്ന് പറയും. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടർക്കീസ് വരും, അവിടെ ഷീപ്പ് വരും, ഇതൊക്കെ ഫ്ലോക്ക് എന്ന് പറയും. ഷീപ്പ്. ബഞ്ച്, ബഞ്ച് ഇവിടെ ബഞ്ച് ഓഫ് ബനാനാസ് പറയും, ബഞ്ച് ഓഫ് കീസ് പറയും, ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് പറയും, ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയും. ദെൻ ബട്ടർഫ്ലൈസ്, ഫ്ലൈറ്റ് ഓഫ് ബട്ടർഫ്ലൈസ് എന്ന് പറയും. ബട്ടർഫ്ലൈസ്, ബട്ടർഫ്ലൈസും ബേർഡ്സും ഫ്ലൈറ്റ് എന്ന് പറയും. പിന്നെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഒബ്ജക്ട്സിന്റെ കാര്യത്തിലാണ്. ഓക്കെ, എ ബൗൾ ഓഫ് റൈസ് എന്ന് പറഞ്ഞാൽ, എ ബൗൾ ഓഫ് റൈസ് എന്ന് പറയുമ്പോൾ അവിടെ ബൗള് കളക്റ്റീവ് നൗൺ ആണ്. ബൗൾ ഓഫ് റൈസ്, വെറുതെ നമ്മളൊരു ബൗൾ എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ കളക്റ്റീവ് നൗൺ ആവണമെന്നില്ല. ബൗൾ ഓഫ് റൈസ് എന്ന് പറയുമ്പോൾ അതെന്താകും, ഇതൊരു കളക്റ്റീവ് നൗൺ ആണ്. ഓക്കെ, ബൗൾ ഓഫ് റൈസ്. എ ക്യാൻ ഓഫ് സോഡ, എ ക്യാൻ ഓഫ് സോഡ, അതെന്താണ്, അഗെയിൻ ദാറ്റ് ഇസ് ഓൾസോ a collective noun. A glass of water, a jug of water, a jar of honey, ഒക്കെ collective noun എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇത്രയും മതിയാവും ഇതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഇത്രയും മതിയാവും. ദെൻ അടുത്തത് അബ്സ്ട്രാക്ട് നൗൺ. ഇത്രയും നേരം നമ്മൾ പഠിച്ചതിൽ നിന്നൊക്കെ ഒന്ന് മാറ്റി പറയുകയാണ്, അല്ലെങ്കിൽ മാറ്റി പറയുന്നല്ല, ഒന്ന് ആഡ് ചെയ്യാണ് നമ്മൾ അബ്സ്ട്രാക്ട് നൗൺ. കാരണം നമ്മൾ നോർമൽ ആയിട്ട് ഏറ്റവും ആദ്യം ഈ ഡെഫിനിഷൻ നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയ നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു അല്ലെ. ഇപ്പൊ ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും ക്ലാസിഫിക്കേഷൻ്റെ ഒക്കെയാണ് എടുത്ത് പറയുന്നത്. കാരണം പൊതുവേ ഉള്ള നൗണിന്റെ ഒരു ഇമേജിൽ നിന്ന് കുറച്ചൊന്ന് മാറി നിൽക്കുന്നതാണ് ഈ അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. അതായത് ചില നൗൺസ് ഒരു ഐഡിയനെ ഡിനോട്ട് ചെയ്യും. ഒരു ഐഡിയ, നമുക്ക് മനസ്സിൽ വരുന്ന ഒരു ഐഡിയ, അല്ലെങ്കിൽ ഒരാൾക്കുള്ള ഒരു ക്വാളിറ്റി എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും, നമ്മൾ പറയും ഹി ഈസ് വെരി ഓണസ്റ്റ്,
he is very sincere. ഈ സിൻസിയാരിറ്റി, ഓണസ്റ്റി, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ അബ്സ്ട്രാക്ട് നൗൺ എക്സാമ്പിൾസ് ആണ്. അപ്പൊ ഒരാളുടെ ഒരു ക്വാളിറ്റി, ഒരാളെ പറ്റി പറയുന്ന ഒരു ക്വാളിറ്റി. അപ്പൊ ഇതൊക്കെ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ലാത്ത കാര്യമാണ്, അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടൊരു ഫോം ഇല്ല, പക്ഷെ സ്റ്റിൽ നമ്മൾ അതിനെ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കാണുന്നു. ഫിസിക്കൽ എക്സിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു സെൻസ് കൊണ്ടും ടച്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഫീൽ ചെയ്യാനോ ടേസ്റ്റ് ചെയ്യാനോ കേൾക്കാനോ ഒന്നും പറ്റില്ല, അല്ലെ? നമ്മുടെ സെൻസസ് കൊണ്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല, പക്ഷെ അതിന് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ല, ഫിസിക്കൽ ഫോം ഇല്ല, പക്ഷെ നമ്മൾ അതിനെ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിനെ അബ്സ്ട്രാക്ട് നൗൺ എന്ന് വിളിക്കുന്നു. ഓക്കെ, അതാണ് അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. അബ്സ്ട്രാക്ട് നൗൺ. വെൽത്ത്. വെൽത്ത് എന്ന് പറയുന്നത് അബ്സ്ട്രാക്ട് നൗൺ ആണ്. വെൽത്ത് ഞാനിവിടെ എഴുതാം. യെസ്, വെൽത്ത് എന്ന് പറയുന്നത് അബ്സ്ട്രാക്ട് നൗൺ ആണ്. കാം അബ്സ്ട്രാക്ട് നൗൺ എക്സാമ്പിൾ ആണ്. ചാരിറ്റി. ചാരിറ്റി, ചിലർ പറയും ഞാൻ ചാരിറ്റി ചെയ്തു, പക്ഷെ ചാരിറ്റി എന്ന് പറയുന്നത് നമുക്ക് കയ്യിൽ എടുക്കാൻ പറ്റുമോ? നമുക്ക് ഒരു ഷോപ്പിൽ ചെന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പവർ. പവർ എന്ന് പറയുന്നത് അതും അബ്സ്ട്രാക്ട് നൗൺ എക്സാമ്പിൾ ആണ്. ഗോൾ. എനിക്കൊരു ഗോൾ ഉണ്ടായിരിക്കണം, എന്നാൽ എന്റെ ഗോൾ കയ്യിൽ ഇങ്ങനെ എനിക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. അഡ്വാൻറ്റേജ്. അഡ്വാൻറ്റേജ് ഇതൊക്കെ അബ്സ്ട്രാക്ട് നൗണിന് എക്സാമ്പിൾസ് ആണ്. അഡ്വാൻറ്റേജ്. ഡെത്ത്, ലവ്, ഹേറ്റ് ഇതൊക്കെ അബ്സ്ട്രാക്ട് നൗണിന് എക്സാമ്പിൾ ആണ്. ലക്ക് എല്ലാം അബ്സ്ട്രാക്ട് നൗണിന് എക്സാമ്പിൾ ആണ്. ഇന്നസെൻസ്, ജസ്റ്റിസ്, സ്ട്രെങ്ത്, ഫിയർ, ഓണസ്റ്റി എല്ലാം അബ്സ്ട്രാക്ട് നൗണിന് എക്സാമ്പിൾസ് ആണ്. ആൻഡ് ലാസ്റ്റ് വൺ, ദാറ്റ് ഇസ് മെറ്റീരിയൽ നൗൺ. മെറ്റീരിയൽ നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, മെറ്റീരിയൽ നൗൺ ഇസ് എ നെയിം ഗിവൺ ടു ദ മെറ്റീരിയൽ മേഡ് അപ്പ് ഓഫ് സംതിങ്. നമ്മള് മെറ്റീരിയൽ നൗൺ അല്ലെങ്കിൽ മെറ്റീരിയൽ നൗൺ എന്ന് പറയുന്നത് എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട്, അത് ശ്രദ്ധിച്ചേക്കണേ. അതായത് മെറ്റീരിയൽ നൗൺ എന്ന് പറഞ്ഞ ഇത്രയേ ഉള്ളൂ, എന്തെങ്കിലും ഒരു പുതിയ ഒരു വസ്തു നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽ അല്ലെങ്കിൽ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ്, അതിനാണ് മെറ്റീരിയൽ നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും ഒരു വസ്തു ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉണ്ടാക്കുവാൻ വേണ്ടി, പുതിയത് വെച്ച് നമുക്ക് എന്തെങ്കിലും ഒരു പുതിയ കാര്യം ഉണ്ടാക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിർമ്മിക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് അല്ലെങ്കിൽ സബ്സ്റ്റൻസസ് അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ്, ഇതിനാണ് മെറ്റീരിയൽ നൗൺ എന്ന് പറയുന്നത്. ഡയമണ്ട്, ഗോൾഡ്, സിൽവർ, കോട്ടൺ, ജൂട്ട്, ഓയിൽ, ഓയിൽ, ഗ്യാസ്, ഓയിൽ, ഗ്യാസ് ഇതൊക്കെ എന്താണ്? മെറ്റീരിയൽ നൗണ് എക്സാമ്പിൾ ആണ്. ഓക്കെ, അയൺ, അയൺ, സാൻഡ്, വാട്ടർ ഇതൊക്കെ മെറ്റീരിയൽ നൗൺ എക്സാമ്പിൾ ആണ്. വുഡ്, 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 റെസിൻ, റെസിൻ, റെസിൻ. അഗെയിൻ ഹണി, ഹണി അവിടെ എഴുതിയ കാണില്ലായിരിക്കും അല്ലേ? ഓക്കെ, ഹണി, വൂൾ, ബ്രിക്ക്, ചീസ്, കേർഡ് ഇതൊക്കെ മെറ്റീരിയൽ നൗണിന് എക്സാമ്പിൾ ആണ്. അപ്പൊ നമ്മള് ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ 5 ടൈപ്പ് നമ്മൾ കണ്ടു. 5 ടൈപ്സ് ഉണ്ടായിരുന്നു. 5 ടൈപ്സ് ഓഫ് ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ 5 ടൈപ്പ് ഉണ്ട്. 5 നമ്മൾ തിരിച്ചു. ആദ്യത്തേത് എന്താണ്? കോമൺ നൗൺ, ദെൻ പ്രോപ്പർ നൗൺ. കോമൺ നൗൺ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് കാണുന്നു, അല്ലെങ്കിൽ കോമൺ ആയിട്ട് നമ്മളൊരു വസ്തുവിനെ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വേർഡ്. യെസ്. ദെൻ അടുത്തത് പ്രോപ്പർ നൗൺ, പ്രോപ്പർ ആയിട്ട്, ഓക്കെ, പ്രോപ്പർ ആയിട്ട് നമ്മൾ ഒരാളെ പറ്റി പറയുന്നു, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ പറ്റി പറയുന്നു, അല്ലെങ്കിൽ ഒരു സ്ഥലത്തിനെ പറ്റി പറയുന്നു, അതിനാണ് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, അഗെയിൻ അടുത്തത് കളക്റ്റീവ് നൗൺ. കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞാൽ കളക്റ്റീവ് ഗ്രൂപ്പ് ആയിരിക്കും, ഒരു ഗ്രൂപ്പ് ഓഫ് സംതിങ്, ഗ്രൂപ്പ് ഓഫ് ആളുകൾ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് വ്യക്തികൾ, ഇതൊക്കെയാണ് കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. ആൻഡ് അബ്സ്ട്രാക്ട് നൗൺ, അബ്സ്ട്രാക്ട് നൗൺ അവിടെ ഒരു ഫിസിക്കൽ ആയിട്ടൊരു അപ്പിയറൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല. ആൻഡ് നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് മെറ്റീരിയൽ നൗൺ. മെറ്റീരിയൽ നൗൺ നമുക്കറിയാം, എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ സബ്സ്റ്റൻസസ്, അതിനൊക്കെയാണ്, അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ്, അതിനൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? മെറ്റീരിയൽ നൗൺസ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അടുത്തത് ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. അപ്പൊ ഞാൻ ജസ്റ്റ് പറഞ്ഞായിരുന്നു 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. രണ്ടാമത്തെ ഞാൻ ഇപ്പൊ ഇതിൽ കൂടുതൽ പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ, കാരണം നമുക്ക് അതിന്റെ ആവശ്യമുണ്ട്.
നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്, സിലബസിൽ അത് പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത ഇത്രയേ ഉള്ളൂ. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനിൽ രണ്ടെണ്ണമായിട്ടാണ് നൗണിനെ തിരിക്കുന്നത്. അതായത് യെസ്, രണ്ടെണ്ണം എന്ന് പറയുന്നു. ആൻഡ് എന്തായിരിക്കും അത്? രണ്ടായിട്ട് തിരിക്കുന്നു. കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ. കൗണ്ട് ചെയ്യാൻ പറ്റുന്നതിനെ നമ്മൾ കൗണ്ടബിൾ എന്നും കൗണ്ട് ചെയ്യാൻ കഴിയില്ലാത്തതിനെ അൺകൗണ്ടബിൾ എന്നും നമ്മൾ പറയുന്നു. കൗണ്ടബിളും അൺകൗണ്ടബിളും. ഓക്കെ, കൗണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം കൗണ്ടബിളും കൗണ്ട് ചെയ്യാൻ പറ്റില്ലാത്തത് അൺകൗണ്ടബിളും എന്ന് നമ്മൾ പറയുന്നു. മാത്രമല്ല പ്ലൂറൽ ഫോംസ് ഉള്ളതെല്ലാം കൗണ്ടബിളും പ്ലൂറൽ ഫോം ഇല്ലാത്തത് അൺകൗണ്ടബിൾ എന്നും പറയുന്നു. ഇതാണ് കൗണ്ടബിളും അൺകൗണ്ടബിളും. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഡീറ്റെയിൽ സെഷൻ നമുക്ക് വരുന്നുണ്ട്. ആ ടൈമിൽ കൂടുതൽ വൊക്കാബ്സ് ഒക്കെ എടുക്കുമ്പോൾ അത് തന്നെ കുറെ നമുക്ക് പറയേണ്ടി വരും. അപ്പോ ഇപ്പൊ ഒന്നുകൂടെയും കേട്ട് പിന്നെയും അത് ബോറടിക്കണ്ട, അതുകൊണ്ടാണ് ഞാൻ അത് പറയാത്തത്. ഓക്കെ, ആൻഡ് നമ്മൾ ടോപ്പിക്കിൽ ആദ്യം കണ്ടിരുന്നു ജെൻഡർ. ഓക്കെ, ഈ ജെൻഡർ അതും കൂടെ നമ്മൾ ഈ കൂടെ എടുക്കുന്നുണ്ട്. കാരണം നൗൺ എന്താണെന്ന് കണ്ടു, അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ നമുക്ക് എടുക്കാവുന്നതാണ് നൗണിന്റെ ജെൻഡർ. ഇപ്പൊ നൗണിന് 4 ജെൻഡേഴ്സ് ആണുള്ളത്. ഓക്കെ, 4 ടൈപ്സ് ഓഫ് ജെൻഡേഴ്സ് ആണ് നമുക്ക് ഇംഗ്ലീഷ് ഗ്രാമർ അല്ലെങ്കിൽ നൗണിന് വരുന്നത്. 4 ടൈപ്സ് ഓഫ് ജെൻഡേഴ്സ് ആണ് ഇംഗ്ലീഷിൽ നമുക്ക് പഠിക്കാനുള്ളത്. അത് ഏതൊക്കെയാണ് എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തേത് മാസ്കുലിൻ ജെൻഡർ. മാസ്കുലിൻ ജെൻഡർ ഒരു മെയിലിനെ റെപ്രസെന്റ് ചെയ്യുന്നതെല്ലാം മാസ്കുലിൻ ജെൻഡർ ആണ്. ഓക്കെ, ഒരു മെയിലിനെ റെപ്രസെന്റ് ചെയ്യുന്നതെല്ലാം മാസ്കുലിൻ ജെൻഡർ ആണ്. അതിനി മനുഷ്യരായിക്കോട്ടെ മൃഗങ്ങളായിക്കോട്ടെ എന്താണെങ്കിലും ഒരു മെയിലിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടോ, then it is a masculine gender. A noun that denotes a male is said to be of the masculine gender. Boy, uncle, father, brother, man, priest. ഇനി cow, dog, peacock. പീകോക്ക് മാസ്കുലിൻ ആണ്. ടൈഗർ ഇതൊക്കെ മാസ്കുലിൻ ജെൻഡർ ആണ്. ഓക്കെ, മാസ്കുലിൻ ജെൻഡർ ആണ് ഇതെല്ലാം. ദെൻ സൺ, സ്റ്റോം. ഇവിടെ ആയിരിക്കും പലർക്കും ഒരു കൺഫ്യൂഷൻ വരുന്നത്. യൂഷ്വലി ഈ സണ്ണും സ്റ്റോമും എന്തുകൊണ്ടാണ് ഈ മാസ്കുലിൻ ജെൻഡറോടെ ഇടത്ത്? നമ്മൾ മലയാളത്തിൽ പഠിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ മലയാളത്തിലൊക്കെയാണ് നമ്മൾ സൂര്യ ഭഗവാൻ എന്നാണ് പറയുക, സൂര്യ ഭഗവതി ഒന്നും ആരും പറയാറില്ല അല്ലെ? വൈ? കാരണം ഈ ഗ്രാമറിൽ ഇതെപ്പോഴും ശ്രദ്ധിക്കാം, നമ്മള് ഫീച്ചേഴ്സ് ആയിട്ട് ഇവിടെ എടുക്കുന്ന ഗ്രാമറിന്റെ കേസിൽ മാത്രമാണ്. ഓക്കെ, ആരും വേറെ പേഴ്സണൽ ആയിട്ട് ഒന്നും എടുക്കരുത്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളും ഒന്നുമല്ല. ജസ്റ്റ് ഇത്ര ഓർക്കുക, ഗ്രാമറിൽ മസ്കുലിൻ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു മസ്കുലിൻ ആയിട്ട് എടുക്കാനായിട്ട് ഗ്രാമറിൽ, ഇംഗ്ലീഷ് ഗ്രാമറിൽ നമ്മൾ മസ്കുലിൻ ഫീച്ചേഴ്സ് ആയിട്ട് എടുക്കുന്ന ഇതൊക്കെയാണ്: പവർ, സ്ട്രെങ്ത്, വയലൻസ്. ഇതൊക്കെയാണ് ഒരു മസ്കുലിൻ ഫീച്ചേഴ്സ് ആയിട്ട് ഗ്രാമറിൽ നമ്മൾ കൂടുതലായിട്ടും എടുക്കുന്നത്. അപ്പൊ മസ്കുലിൻ ക്വാളിറ്റീസ് ഉണ്ട് ഇതിനൊക്കെ. സണ്ണിന് മസ്കുലിൻ ക്വാളിറ്റീസ് ഇല്ലേ? അതായത് പവർഫുൾ ആണ്, സ്ട്രെങ്ത് ഉണ്ട് അല്ലെ? അപ്പൊ എന്തായി? അതൊരു മസ്കുലിൻ ജെൻഡർ ആണ്. സ്റ്റോം, വയലന്റ് നേച്ചർ അല്ലെ? കുറച്ച് വയലന്റ് നേച്ചർ ആണ്, പവർഫുൾ ആണ്. അപ്പൊ അതും നമുക്ക് ഏത് കാറ്റഗറി കൊണ്ടുവരാം? നമ്മുടെ മസ്കുലിൻ കാറ്റഗറിയിൽ കൊണ്ടുവരാം. ഓക്കെ, ദെൻ ഫെമിനിൻ ജെൻഡർ. അടുത്തതാണ് ഫെമിനിൻ ജെൻഡർ എന്ന് പറഞ്ഞാൽ. വാട്ട് ഈസ് എ ഫെമിനിൻ ജെൻഡർ? ഒരു സ്ത്രീനെ അല്ലെങ്കിൽ ഒരു ഫീമെയിലിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എല്ലാം ഫെമിനിൻ ജെൻഡർ ആണ്. A noun that denotes a female is said to be of feminine gender. ഒരു ഫീമെയിലിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എല്ലാം ഫെമിനിൻ ജെൻഡർ ആണ്. ഓക്കെ, യെസ്, അത് ഇനിയിപ്പോ പറഞ്ഞ പോലെ മനുഷ്യരാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും എല്ലാം അത് ഫെമിനിൻ ജെൻഡർ തന്നെയായിരിക്കും. ഓണ്ട്, സിസ്റ്റർ, മോം, മദർ, നീസ്. നെഫ്യൂ ആണെങ്കിൽ masculine gender. നീസ് എന്ന് പറയുമ്പോൾ ഫെമിനിൻ ജെൻഡർ. ഓക്കെ, യെസ്. ഇനി അടുത്ത് നോക്കിക്കേ. ഗേൾ, സിസ്റ്റർ, നൺ, ഹെൻ, പീഹെൻ. പീകോക്കിന്റെ ഫെമിനിൻ ജെൻഡർ ആണ് പീഹെൻ. പീഹെൻ. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഫെമിനിൻ ജെൻഡർ ആണ്. മാസ്കുലിൻ ജെൻഡർ ഉണ്ടോ, ഫെമിനിൻ ജെൻഡർ ഉണ്ടോ? ഇതില് ഹെൻ, ലയണസ്, നേച്ചർ, പോയട്രി. നേച്ചറും ഒരു പോയട്രിയും കൂടെ ഞാൻ കൊടുത്തു. അപ്പൊ ഈ നേച്ചറും പോയട്രിയും നമ്മൾ നേരത്തെ ഈ സണ്ണിന്റെയും സ്റ്റോമിന്റെയും കേസ് വന്നതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെയും എടുക്കുന്നത്. ഈ നേച്ചറും പോയട്രിയും ഉണ്ടല്ലോ, ഇതിന്
ഫെമിനിൻ ക്വാളിറ്റീസ് ആണുള്ളത്. അഗെയിൻ ഗ്രാമറിൽ നമ്മൾ ഫെമിനിൻ ക്വാളിറ്റീസ് ആയിട്ട് കണക്കാക്കുന്നത് എന്തൊക്കെയാണ്? ഗ്രാമർ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ഫെമിനിൻ ക്വാളിറ്റീസ് ആയിട്ട് കണക്കാക്കുന്നത് ഫെമിനിൻ ക്വാളിറ്റീസ് ആയിട്ട് നമ്മൾ നോക്കുന്നത് ബ്യൂട്ടി, ലവ്, മദർലി അഫെക്ഷൻ, ഇതൊക്കെയാണ് ഫെമിനിൻ ക്വാളിറ്റീസ് ആയിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഫെമിനിൻ ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ അത് ഫെമിനിൻ ജെൻഡർ ആയിരിക്കും. ഗ്രാമറിന്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പോ മസ്കുലിൻ ജെൻഡർ കഴിഞ്ഞു, ഫെമിനിൻ ജെൻഡർ കഴിഞ്ഞു. നമുക്കറിയാം നമ്മള് നൗൺസിന് 4 ജെൻഡേഴ്സ് ആണുള്ളത്, മസ്കുലിൻ, ഫെമിനിൻ ആൻഡ് അടുത്തത് കോമൺ ജെൻഡർ. കോമൺ ജെൻഡറില് ഒരു മെയിലിനെയും ഫീമെയിലിനെയും ഒരേപോലെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡ് ഉണ്ടെങ്കിൽ then that is a common gender. ഇവിടെ മെയിലിനെയും ഫീമെയിലിനെയും ഒരേപോലെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, then that is known as common gender. പ്രത്യേകം ശ്രദ്ധിക്കാം, ഒരു മെയിൽ ഒരു ഫീമെയിൽ ഇത് രണ്ടും ഒരുമിച്ച് ഒരേപോലെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ടീച്ചർ, ടീച്ചർ എന്ന് പറയുമ്പോൾ അവിടെ മെയിൽ ആണോ ഫീമെയിൽ ആണോ ചോദ്യമില്ല. സിംഗർ ഒരു മെയിലും ആകാം ഫീമെയിലും ആകാം, ഇത് ആര് വേണമെങ്കിലും ആകാം അല്ലെ. അപ്പോ ഇതൊക്കെ എന്താണ് ഫെമിനിൻ കോമൺ ജെൻഡറിൽ വരുന്ന കാര്യമാണ്. ഡോക്ടർ, പേരന്റ്, ഫാദറും ആകാം മദറും ആകാം. പേരന്റ്, യെസ്. ചൈൽഡ്, സ്റ്റുഡന്റ്, കാൻഡിഡേറ്റ്, കസിൻ. കസിന്റെ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഉണ്ടല്ലോ, കസിൻ എന്ന് പറയുമ്പോൾ പലരും തെറ്റിക്കുന്ന ഒരു കാര്യമാണ് മൈ കസിൻ ബ്രദർ അല്ലെങ്കിൽ മൈ കസിൻ സിസ്റ്റർ. അങ്ങനെ ഒരു വേർഡ് നമുക്ക് ഇംഗ്ലീഷിലില്ല. കസിൻ ബ്രദർ എന്നോ കസിൻ സിസ്റ്റർ എന്നോ പറയുന്നൊരു വേർഡ് ഇല്ല, കസിൻ എന്നേ പറയും നമ്മൾ. പക്ഷെ തെറ്റായിട്ട് കസിൻ ബ്രദർ, കസിൻ സിസ്റ്റർ എന്നൊക്കെ നമ്മൾ തെറ്റായിട്ട് പറയും. പക്ഷെ ഇറ്റ്സ് കസിൻ, കസിൻ എന്നേ പറയുള്ളൂ. അതാണ് കറക്റ്റ് ഫോം. അത് നൗൺ ജെൻഡറിൽ വരുന്നതാണ്, കോമൺ ജെൻഡർ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് ന്യൂട്രൽ ജെൻഡർ. ജീവനില്ലാത്ത വസ്തുക്കളെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ജെൻഡർ ആണ് ന്യൂട്രൽ ജെൻഡർ എന്ന് പറയുന്നത്. ജീവനില്ലാത്ത വസ്തുക്കളെ. ഓക്കെ, a noun that denotes a thing without life, neither male nor female. അല്ലെ, ഒരു മെയിൽ എന്നോ ഫീമെയിൽ എന്നോ പറയാൻ പറ്റില്ല. പെൻ ഇരിക്കുന്ന ഈ പെൻ, ഇതിന്റെ ജെൻഡർ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. മെയിൽ എന്നോ ഫീമെയിൽ എന്നോ പറയാൻ പറ്റില്ല. സോ ജീവനില്ലാത്ത വസ്തുക്കളെ പറ്റി പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ് ആണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ജെൻഡർ ആണ് ന്യൂട്രൽ ജെൻഡർ എന്ന് പറയുന്നത്. ഓക്കെ, ട്രീ, ഇതിന് ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ട്രീ നമ്മൾ ഗ്രാമറിൽ ന്യൂട്രൽ ജെൻഡർ ആയിട്ടാണ് കണക്കാക്കുന്നത്, അത് ഓർക്കുക. ബുക്ക്, വാട്ടർ ബോട്ടിൽ, ഗ്ലാസ്, പെൻസിൽ, റൂം, ടേബിൾ, ഇതൊക്കെ എന്താണ് ന്യൂട്രൽ ജെൻഡറിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, യെസ്. അപ്പൊ അത്രേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയേ ഉള്ളൂ. നമ്മള് നൗണിന്റെ ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞു പോയത്. നൗൺസ് എന്താണെന്ന് കണ്ടു, ക്ലാസിഫിക്കേഷൻ കണ്ടു, ജെൻഡർ ഓഫ് നൗൺസും കണ്ടു. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സെഷൻ. ഞാൻ പറഞ്ഞ് നീട്ടുന്നില്ല, ഇത്രയേ ഉള്ളൂ. ഒരു ചെറിയൊരു സെഷൻ ആയിരുന്നു അല്ലേ? യെസ്. അപ്പോ നമുക്ക് അറിയാം, ഏണസ്റ്റ് അക്കാഡമിയുടെ ഫുഡ് സേഫ്റ്റി ഓഫീസറിന് വേണ്ടിയിട്ടുള്ള ഇന്റൻസീവ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച അധ്യാപകരൊക്കെ അല്ലെങ്കിൽ ഇവരൊക്കെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ക്ലാസ്സുകളായിരിക്കും വരുന്ന. ക്ലാസ്സുകളെല്ലാം അങ്ങനത്തെ ക്ലാസ്സുകളാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു ഓരോ തവണ ഇപ്പൊ പലർക്കും പല ബേസ് ആയിരിക്കും. ചിലർക്ക് നല്ല ബേസ് ഉള്ളവർക്കാണെങ്കിൽ കുറച്ചുകൂടി അവരുടെ ലെവല് പെട്ടെന്ന് അവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ ആ ഒരു ബേസ് നിങ്ങൾക്ക് തന്നെ ഒരു ബോധ്യം വരാനും, അല്ലെങ്കിൽ എന്തുമാത്രം നമ്മൾ ഇനി ഇമ്പ്രൂവ് ചെയ്യണം എന്നൊക്കെ അളക്കാനായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്റ്റാൻഡേർഡ് ഒക്കെ അളക്കാനായിട്ടുള്ള രീതിയിലുള്ള ടെസ്റ്റുകളും അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ടെസ്റ്റുകളും, അല്ലെങ്കിൽ എക്സാം വരെ നമുക്ക് ഗൈഡൻസ് കിട്ടും, മെന്റർഷിപ്പ് സപ്പോർട്ട് ഫുൾ ടൈം കാണും, അതുപോലെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി, ഇതൊക്കെ നമ്മുടെ ഈ കോഴ്സിന്റെ ഒരു ഫീച്ചർ ആണ്, കോഴ്സിന്റെ ഫീച്ചേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ സിലബസിലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിലബസിലെ ഓരോ ടോപ്പിക്കിലും എക്സ്പേർട്ട് ആയിട്ടുള്ള ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പൊ ഈ കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഒന്ന് നിങ്ങൾ ഫിൽ ചെയ്യാം. ഓക്കെ, അതോടൊപ്പം തന്നെ ഇംഗ്ലീഷിന്റെ കൂടുതൽ ക്ലാസ്സസ് കിട്ടണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ക്ലാസ്, ഫുഡ് സേഫ്റ്റി ഓഫീസറായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ക്ലാസ്സുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡീറ്റെയിൽസ് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. That's it. അടുത്ത ക്ലാസ്സിൽ കാണാം. Thank you and have a nice day. Bye bye.